ഡെയിലി മലയാളി അയർലൻഡ് ജാലകത്തിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ഡിസംബറിൽ ഭവനവിലയിൽ വൻ വളർച്ച. ഓരോ കൗണ്ടുകളിലെയും വില വിളിച്ചു പറയരുതെന്നും ആളുകൾ അങ്ങോട്ട് വരുമെന്ന് അയർലൻഡ് മലയാളി യുവാവ് എഴുതി അറിയിച്ചു. വീഴ്ചകൾക്കും ചികിത്സാ പിഴവുകൾക്കും HSC മേധാവി ഔദ്യോഗികമായി മാപ്പപേക്ഷിച്ചു. അമേരിക്കൻ സെന്റ് പാട്രിക്സ് ഡേ ആഘോഷങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് ഷിൻ ഫെയിൻ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടു, സർക്കാരിനെതിരെ കോടതി വിധി. ഡബ്ലിനിലെ ഡബിൾ ബാരലിൽ ക്രൂരമായ ആക്രമണം. ഡബ്ലിനിൽ മലയാളി യുവാവിന് നേർക്ക് മലയാളികളായ ഫ്ലോറിംഗ് തട്ടിപ്പുകാരുടെ കൊലപാതക ശ്രമം. നിർബന്ധപൂർവ്വം ഗുളിക നൽകി ഗർഭചിത്രം നടത്തി 28കാരന് 9 വർഷം തടവ്. എയർ ലിങ്കസ് ബാഗ് പോളിസി പരിഷ്കരിച്ചു. അയർലൻഡിലെ മലയാളി സമൂഹത്തെ സങ്കടത്തിലാഴ്ത്തി വർഗീസ് അട്ടാശ്ശേരിയിൽ ഇന്ദ്രചൂഡൻ KK, നിമ്മി ജോയ് എന്നിവർ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയി. വാർത്തകൾ വിശദമായി. ഡിസംബറിൽ ഭവനവിലയിൽ വൻ വളർച്ച. കഴിഞ്ഞ വർഷം ജൂണിന് ശേഷം ആദ്യമായി ഡിസംബറിൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വിലകളിലെ വാർഷിക വളർച്ചാ നിരക്ക് വർദ്ധിച്ചതായി ഏറ്റവും പുതിയ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. നവംബറിൽ പുതുക്കിയ 6.8% നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡിസംബർ വരെയുള്ള കാലയളവിൽ രാജ്യത്തുടനീളമുള്ള വിലകൾ 7% വർദ്ധിച്ചതായി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് അറിയിച്ചു. ഡബ്ലിന് പുറത്ത് വീടുകളുടെ വിലയിൽ 7.7%, അപ്പാർട്ട്മെന്റുകളുടെ വിലയിൽ 12.5% വർധനവുണ്ടായി. ഡബ്ലിന് പുറത്തുള്ള മിഡ്ലാൻഡ് ഏരിയകളായ ലീഷ്, ലോങ്ഫോർഡ്, ഒഫാലി, വെസ്റ്റ് മീത്ത് പ്രദേശങ്ങളാണ് വീടുകളുടെ വിലയിൽ ഏറ്റവും കൂടുതൽ വളർച്ച രേഖപ്പെടുത്തിയത്, അതായത് 14%. ഡിസംബറിൽ റവന്യൂവിൽ ഫയൽ ചെയ്തത് 55,947 വീട് വാങ്ങലുകളാണ്. കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ അപേക്ഷിച്ച് 14.9% വർധനവ്. ഡൺലേരിയിൽ വീടിന് വില €6,80,000, ഡോണഗേലിൽ €1,90,000. ഡബ്ലിനിലെ ഡൺലേരി റാവ് ഡൌണിലാണ് വീടുകൾക്ക് ഏറ്റവും കൂടുതൽ വില. ഇവിടെ €6,80,000 വില. ഡബ്ലിനിൽ വീട് വാങ്ങുകയെന്ന സാധാരണക്കാരന് ആലോചിക്കാൻ പോലും കഴിയില്ലെന്ന് വില കണക്കുകൾ. ഓരോ കൗണ്ടുകളിലെയും വില വിളിച്ചു പറയരുതെന്നും ആളുകൾ അങ്ങോട്ട് വരുമെന്ന് അയർലൻഡ് മലയാളി യുവാവ് എഴുതി അറിയിച്ചു. വടക്കൻ കേരിയിലെ കുട്ടികളുടെ മാനസികാരോഗ്യ വിഭാഗത്തിൽ ചികിത്സാ പിഴവുകളും വീഴ്ചകളും പുറത്തുവന്നു. കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റുകളുടെ ഒരു സംഘം അവലോകനം ചെയ്ത് 375 കേസ് ഫയലുകളിൽ 197 എണ്ണത്തിൽ 53% എന്ന നിരക്കിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ ഉണ്ടായി. ചില കുട്ടികൾക്ക് 7 വ്യത്യസ്ത മരുന്നുകൾ വരെ നിർദ്ദേശിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. അതേസമയം കുട്ടികളുടെയും കൗമാരക്കാരുടെയും ആരോഗ്യ സേവനങ്ങളിൽ വൈദ്യേതര ചികിത്സകൾ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലായിരുന്നു. നോർത്ത് കേരി സർവീസിൽ ഓട്ടിസം സ്ഥിരീകരിച്ചതോ സംശയിക്കുന്നതോ ആയ മിക്കവാറും എല്ലാ കുട്ടികൾക്കും സൈക്കോട്രോപിക് മരുന്നുകൾ നിർദ്ദേശിച്ചു. ശരീരഭാരം, മയക്കം എന്നീ കാര്യമായ പാർശ്വഫലങ്ങളുള്ള ആന്റി സൈക്കോട്ടിക് മരുന്നുകളായ റിസ്പെരിഡോണും ADHD മരുന്നുകളായ ഗുവാൻഫാസിനും ശരാശരിയിൽ കൂടുതൽ നിർദ്ദേശിക്കുന്നതായി കണ്ടെത്തി. തുടർന്ന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് HSCയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ബെർണാർഡ് ഗ്ലോസ്റ്റർ ക്ഷമാപണം നടത്തി. ഗാസ വിഷയത്തിൽ അമേരിക്കൻ നിലപാടിൽ പ്രതിഷേധിച്ച് വൈറ്റ് ഹൌസിലെ സെന്റ് പാട്രിക്സ് ഡേ ആഘോഷങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് ഷിൻ ഫെയിൻസ് പ്രഖ്യാപിച്ചു. എന്നാൽ വൈറ്റ് ഹൌസിലെ സെന്റ് പാട്രിക് ദിന പരിപാടികളിൽ ഷിൻ ഫെയിൻസിന് ട്രംപ് ഭരണകൂടം ക്ഷണിച്ചിട്ടില്ലെന്ന് US എംബസി അറിയിച്ചു. വീടില്ലാത്ത അഭയാർത്ഥികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടതിന് അയർലൻഡ് ഹൈക്കോടതി സർക്കാരിനെതിരെ വിധി പുറപ്പെടുവിച്ചു. യുക്രൈൻ യുദ്ധം മൂലമുള്ള അഭയാർത്ഥി പ്രവാഹം ഒരു ഒഴിവുകഴിവായി സ്വീകരിക്കാനാവില്ലെന്ന് യൂറോപ്യൻ യൂണിയൻ കോടതി വിധിച്ചു. എല്ലാ അപേക്ഷകർക്കും മാന്യമായ ജീവിത നിലവാരം, ഭക്ഷണം, താമസം ഉറപ്പാക്കാൻ അയർലൻഡ് ബാധ്യസ്ഥരാണ്. താമസ സൗകര്യം നിഷേധിക്കപ്പെട്ട 2 അഭയാർത്ഥികൾക്ക് €9,500, €6,000 എന്നിങ്ങനെ നഷ്ടപരിഹാരം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഭവന പ്രതിസന്ധിയുടെ പേരിൽ അഭയാർത്ഥികളെ തെരുവിൽ ഉപേക്ഷിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് കോടതി വ്യക്തമാക്കി. അഭയാർത്ഥികൾക്ക് പാർപ്പിടം നൽകാതിരിക്കുന്നത് അവരുടെ മൗലികാവകാശങ്ങളുടെയും മനുഷ്യ അന്തസ്സിന്റെയും ലംഘനമാണെന്ന് കോടതികൾ ആവർത്തിച്ചു. നിലവിൽ താമസ സൗകര്യം ലഭിക്കാത്തവർക്ക് ആഴ്ചയിൽ €113.80 അലവൻസ് നൽകുന്നുണ്ടെങ്കിലും ഇത് സ്വകാര്യ താമസ സൗകര്യം കണ്ടെത്താൻ പര്യാപ്തമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. അയർലൻഡ് ഗവൺമെന്റ് ഇപ്പോൾ സ്വന്തമായി കൂടുതൽ താമസ സൗകര്യങ്ങൾ നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്.
ഡബ്ലിനിലെ ഡബിൾ ബാരൽ നടന്ന ക്രൂരമായ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. സമീപം ബുധനാഴ്ച പുലർച്ചെ ആക്രമിക്കപ്പെട്ട ഒരാളെ തിരിച്ചറിയാൻ ഗാദ പൊതുജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചു. പ്രായം അജ്ഞാതനായ ഒരാളെ ബ്യൂമോണ്ട് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണെന്ന് വിവരിക്കുന്നു. ആക്രമണത്തിൽ ആ മനുഷ്യന്റെ തലയിലും മുഖത്തും നിരവധി പരുക്കുകൾ ഏറ്റിട്ടുണ്ട്. തൽഫലമായി ഇരയുടെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കാൻ ഗാർഡയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മൊബൈൽ ഫോൺ, ഡാഷ് ക്യാം ഫുട്ടേജുകൾ ഉൾപ്പെടെ ക്യാമറ ദൃശ്യങ്ങൾ കൈവശമുള്ളവർ അത് ലഭ്യമാക്കാൻ ആവശ്യപ്പെടുന്നു. പിയർ സ്ട്രീറ്റ് ഗാർഡ സ്റ്റേഷനിൽ 0166969000 എന്ന നമ്പറിലോ ഗാർഡ കോൺഫിഡൻഷ്യൽ ലൈനിൽ 1800-666-111 എന്ന നമ്പറിലോ ഏതെങ്കിലും ഗാർഡ സ്റ്റേഷനിലോ ബന്ധപ്പെടാം. ഒരു യുവതിക്ക് നിർബന്ധപൂർവ്വം ഗുളിക നൽകി ഗർഭഛിദ്രം നടത്തിയ 28-കാരന് കോടതി 9 വർഷം തടവ് ശിക്ഷ വിധിച്ചു. 2020 വാലന്റൈൻസ് ദിനത്തിൽ തന്റെ മുൻ കാമുകിയെ ഭീഷണിപ്പെടുത്തി 5 ഗർഭഛിദ്ര ഗുളികകൾ ബലമായി കഴിപ്പിച്ചു. ഗുളിക കഴിച്ചില്ലെങ്കിൽ വയറ്റിലടിച്ച് കുഞ്ഞിനെ കൊന്നുകളയുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. ലെറ്റർ കെനി സർക്യൂട്ട് കോടതി 11 വർഷം തടവ് വിധിച്ചെങ്കിലും അവസാനം 2 വർഷം സസ്പെൻഡ് ചെയ്തു. ഇത് അതിക്രൂരമായ ശാരീരികവും വൈകാരികവുമായ അതിക്രമമാണെന്ന് ജഡ്ജി നിരീക്ഷിച്ചു. ഗർഭസ്ഥ ശിശുവിന്റെ ജീവൻ നിയമവിരുദ്ധമായി അവസാനിപ്പിച്ച കുറ്റത്തിന് അയർലൻഡിൽ ഒരാളെ ശിക്ഷിക്കുന്നത് ഇതാദ്യമായാണ്. അയർലൻഡിൽ കൊണ്ടാഗനിൽ തന്റെ പുതുഭവനത്തിന് ടൈൽ ഇടുന്നതിന് 5500 യൂറോ ക്യാഷായി കൈപ്പറ്റിയ ശേഷം നിലവാരമില്ലാത്ത രീതിയിൽ ടൈൽ ഇട്ടത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് മലയാളികളായ ടെറനിയറിലെ താമസക്കാരനായ സുനിൽ, റാഡ്ഫിൻഹാമിലെ താമസക്കാരനായ സുബി എന്നിവരാണ് 29 ജനുവരി നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങിയ യുവാവിനെ സ്വന്തം വീടിന്റെ മുന്നിൽ വെച്ച് കാറ് തടഞ്ഞ് ഡോറ് തുറന്ന് യുവാവിനെ വലിച്ചിറക്കി കയ്യേറ്റം ചെയ്യുകയും ഇതിനെ തുടർന്ന് അവിടെ നിന്നും വീണ്ടും കാറിൽ യുവാവിന്റെ കാറിനെ പിന്തുടർന്നു ചെന്ന് N7 എക്സിസ്റ്റിന് സമീപം പിന്നിൽ നിന്നും കാറ് കൊണ്ടിടിച്ച് അപായപ്പെടുത്തുകയും ചെയ്തു. ടൈൽ വർക്കിന് വേണ്ടി പറഞ്ഞ തുക പൂർണ്ണമായും ക്യാഷായിട്ട് കൈപ്പറ്റിയതിനു ശേഷം തന്റെ പുതുതായി വാങ്ങിയ ഭവനത്തിന്റെ മുന്നിൽ വന്നുണ്ടാക്കിയ പ്രശ്നം കാരണം യുവാവും ഗർഭവതിയായ ഭാര്യയും അതീവ മാനസിക സമ്മർദ്ദത്തിലാണ്. വർക്ക് നടക്കുന്നതിനിടെ യുവാവ് ഏൽപ്പിച്ച വീടിന്റെ താക്കോൽ ഇതുവരെ തട്ടിപ്പുകാർ തിരിച്ചു കൊടുത്തിട്ടില്ല. ഇങ്ങനൊരു ദുരനുഭവം ഇനി ആർക്കും ഉണ്ടാകരുത്. മലയാളികൾ ദയവായി ജാഗ്രത പാലിക്കുക. സ്വന്തം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള വ്യാജന്മാരെ തിരിച്ചറിയുക എന്ന് നാട്ടിൽ നിന്ന് യുവാവിന്റെ കുടുംബ ബന്ധുക്കൾ പറയുന്നു. എയർലിങ്സ് ബാഗ് പോളിസി പരിഷ്കരിച്ചു. ഉപഭോക്തൃ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് 3 മുതൽ ഈ നയം എയർലൈൻസ് റീജിയണൽ നെറ്റ്വർക്കിലുടനീളം വ്യാപിപ്പിക്കും. ഇതിൽ അയർലൻഡിലും UK-ക്കും ഇടയിലുള്ള ആഭ്യന്തര വിമാനങ്ങൾ, അയർലൻഡിലും UK-ക്കും ഇടയിലുള്ള വിമാനങ്ങൾ, യൂറോപ്യൻ വിമാനങ്ങൾ എന്നിവയുൾപ്പെടുന്നു. എയർ ലിങ്കസ് വിമാനത്തിൽ എല്ലാ യാത്രാ നിരക്കുകളിലും 10 കിലോഗ്രാം ബാഗ് സ്റ്റാൻഡേർഡായി ഉൾപ്പെടുന്നു. ഇത് സൗജന്യമായി ചെക്ക് ഇൻ ചെയ്യാം, അല്ലെങ്കിൽ ഫീസ് അടച്ച് ബോർഡിൽ കൊണ്ടുപോകാം. അതായത് ഉപഭോക്താക്കൾക്ക് ഗണ്യമായ ലാഭം ആസ്വദിക്കാൻ കഴിയും. അയർലൻഡിൽ മലയാളി സമൂഹത്തെ സങ്കടക്കടലിലാഴ്ത്തി അകാലത്തിൽ കടന്നുപോയവർ ഇവരാണ്. നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിലെ ആദ്യകാല മലയാളി കുടിയേറ്റക്കാരിൽ ഒരാളായിരുന്ന വർഗീസ് അട്ടാശ്ശേരിയിൽ ഡൗൺ പാട്രിക്കിൽ അന്തരിച്ചു. ബെൽഫാസ്റ്റ് സിറ്റി ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരിക്കെയാണ് അന്ത്യം. തൈറോയ്ഡ് സംബന്ധമായ ചികിത്സയിലായിരിക്കെ ക്യാൻസർ സ്ഥിരീകരിച്ചിരുന്നു. പിന്നാലെ ആരോഗ്യത്തിന് വഷളാകുകയായിരുന്നു. ഭാര്യ റീന തൃശൂർ പട്ടിക്കാട് ചെറുവള്ളി കുടുംബാംഗമാണ്. മക്കൾ ഡയാന, ആഷിൽ, ഐറിൻ. സംസ്കാരം പിന്നീട് ഡൗൺ പെട്രിക്കിൽ. അയർലൻഡിൽ മലയാളി യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഞെട്ടൽ വിട്ടുമാറാതെ മാതാപിതാക്കൾ അടങ്ങുന്ന കുടുംബം. പാലക്കാട് നിന്നും കർണാടകയിലെ മംഗലാപുരത്തിന് സമീപം ദക്ഷിണ കർണാടക ജില്ലയിൽ ഉൾപ്പെടുന്ന കടമ്പയിലേക്ക് കുടിയേറിയ മലയാളി കുടുംബത്തിലെ അംഗവും കുട്ടൂർപ്പാടി സ്വദേശിയുമായ സാൻജു ആണ് വീടിനുള്ളിൽ ചൊവ്വാഴ്ച വൈകിട്ട് 6:30 തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. 2025 ജനുവരി 9 നടന്ന വിവാഹത്തിന് ശേഷം ഇക്കഴിഞ്ഞ ജനുവരി 20 സാൻജു ഡിപെൻഡന്റ് വിസയിൽ അയർലൻഡിൽ ഫിൻഗാസയിൽ എത്തുന്നത്. 2 വർഷം മുൻപ് അയർലൻഡിലെ സ്വകാര്യ കെയർ ഹോം നഴ്സായി ജോലി ലഭിച്ചെത്തിയ ഭാര്യ ലിഷ്മ ഫിലിപ്പിനൊപ്പമായിരുന്നു താമസം. ഇരുവരും 10 വർഷം പ്രണയത്തിനൊടുവിലാണ് വിവാഹിതരായത്. ഇവർ നാട്ടിൽ അടുത്തടുത്ത് താമസിച്ചിരുന്നവരും വിമലഗിരി സെന്റ് മേരീസ് മലങ്കര സിറിയൻ കത്തോലിക്ക ചർച്ചിലെ അംഗങ്ങളുമായിരുന്നു. ഭർത്താവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഭാര്യ ലിഷ്മ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഇപ്പോൾ അപകടനില തരണം ചെയ്തു ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന സാൻജു അയർലൻഡിൽ പോകുന്നതിന് മുൻപ് നാട്ടിലെത്തി മാതാപിതാക്കളായ
TG സുനിൽ മേരി ദമ്പതികളെയും ലിഷ്മയുടെ മാതാപിതാക്കളായ KA ഫിലിപ്പ് മേരി ദമ്പതികളെയും കണ്ടിരുന്നു. ആത്മഹത്യ ചെയ്തു എന്ന് അറിയുന്ന ദിവസവും രാവിലെയും മകനുമായി വളരെ സന്തോഷത്തോടു കൂടിയാണ് സംസാരിച്ചതെന്ന് പിതാവ് TG സുനിൽ പറഞ്ഞു. ഇവരുടെ 3 ആൺമക്കളിൽ മൂത്ത മകനാണ് സാഞ്ജു. സാഞ്ജിത്ത്, സാൻവിൻ എന്നിവരാണ് മറ്റു മക്കൾ. ഐലൻഡ് മലയാളി ഇന്ദ്രചൂഡൻ KK നിര്യാതനായി. ഇന്ദ്രചൂഡൻ KK കുട്ടപ്പനക്കുന്നേൽ കൌണ്ടി വാട്ടർഫോർഡിൽ ഡൺഗൌനറിലെ താമസക്കാരനാണ്. ഇന്ദ്രചൂഡന്റെ പെട്ടെന്നുള്ള വിടവാങ്ങൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് താങ്ങാനാവുന്നതിനും അപ്പുറമാണ്. 55 വയസ്സായിരുന്നു. വെളുപ്പിനെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ഇടുക്കി എഴുക്കുംവയൽ സ്വദേശിയാണ്. സംസ്കാര കർമ്മങ്ങൾ പിന്നീട് അയർലൻഡിൽ വെച്ച് തന്നെ നടക്കപ്പെടും. ഡബ്ലിൻ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ നഴ്സായിരുന്നു കോഴിക്കോട് സ്വദേശി നിമ്മി ജോയ്. നാട്ടിൽ വിട പറഞ്ഞു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ശ്വാസകോശ ഫൈബ്രോസിസ് രോഗം സ്ഥിരീകരിച്ചു. കുറച്ചു നാളുകളായി ചികിത്സയിലായിരുന്നു. വൈകാതെ രോഗം വഷളായി ശ്വാസകോശം മാറ്റിവെക്കേണ്ട സ്ഥിതിയായി. ഒക്ടോബറിൽ നിമ്മി നാട്ടിലേക്ക് യാത്രയായി. അവയവദാതാവിനെ ലഭിച്ചതിനെ തുടർന്ന് ജനുവരി 25-ന് ശ്വാസകോശ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചികിത്സയിൽ തുടരവെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടായി. എന്നാൽ അപ്രതീക്ഷിതമായി ഹൃദയാഘാതമുണ്ടായതോടെ നിമ്മി ഈ ലോകത്തോട് വിട പറഞ്ഞു. കോഴിക്കോട് തോട്ടത്തിമല സ്വദേശിയായ നിമ്മി അയർലൻഡിലെ ഇന്ത്യൻ സമൂഹത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു. ഭർത്താവ് വിപിൻ മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. നിമ്മിയുടെ അകാല വിയോഗം കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും തീരാവേദനയായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡിസംബറിൽ ഭവനവിലയിൽ വൻ വളർച്ച. ഓരോ കൗണ്ടുകളിലെയും വില വിളിച്ചു പറയരുതെന്നും ആളുകൾ അങ്ങോട്ട് വരുമെന്ന് അയർലൻഡ് മലയാളി യുവാവ് എഴുതി അറിയിച്ചു. വീഴ്ചകൾക്കും ചികിത്സാ പിഴവുകൾക്കും HC മേധാവി ഔദ്യോഗികമായി മാപ്പപേക്ഷിച്ചു. അമേരിക്കൻ സെന്റ് പാട്രിക്സ് ഡേ ആഘോഷങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് ഷിൻ ഫെയിൻ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടു. സർക്കാരിനെതിരെ കോടതി വിധി. ഡബ്ലിനിലെ ഡബിൾ ബാരലിൽ ക്രൂരമായ ആക്രമണം. ഡബ്ലിനിൽ മലയാളി യുവാവിന് നേർക്ക് മലയാളികളായ ഫ്ലോറിംഗ് തട്ടിപ്പുകാരുടെ കൊലപാതക ശ്രമം. നിർബന്ധപൂർവ്വം ഗുളിക നൽകി ഗർഭചിത്രം നടത്തി. 28-കാരന് 9 വർഷം തടവ്. എയർ ലിങ്കസ് ബാഗ് പോളിസി പരിഷ്കരിച്ചു. അയർലൻഡിലെ മലയാളി സമൂഹത്തെ സങ്കടത്തിലാഴ്ത്തി വർഗീസ് അട്ടാശ്ശേരിയിൽ ഇന്ദ്രചൂഡൻ KK, നിമ്മി ജോയ് എന്നിവർ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയി. ഡെയിലി മലയാളി അയർലൻഡ് ജാലകം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.